നമസ്കാരം. കുഴിയിൽ കിടക്കുന്ന മാമൻ മാപ്പിളയെ തുമ്മിപ്പിച്ച അടങ്ങുമെന്ന പിടിവാശിയിലാണോ മനോരമ എന്ന് പലപ്പോഴും മനോരമയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്. അങ്ങനെ പതിവ് തെറ്റിച്ചിട്ടില്ല. മനോരമ റിസൾട്ട് വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവരുടെ സ്ഥിരം ശൈലിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മനോരമ ഞങ്ങൾ എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പുറത്തുവിടും, പുറത്തുവിട്ട് കഴിഞ്ഞു, പൊട്ടിച്ചേ എന്ന് പറയുമ്പോൾ പൊതുവെ കേരളത്തിലെ ജനങ്ങൾ ആരും തന്നെ ഞെട്ടാറില്ല. ആ ഒരു എക്സിറ്റ് പോൾ ഫലത്തെ വളരെ ആവേശത്തോടെയും വളരെ ആകാംക്ഷയോടും കൂടി സമീപിക്കാറില്ല. അവരുടെ എക്സിറ്റ് പോൾ ഫലത്തിന് വേണ്ടി സത്യത്തിൽ ആരും കാത്തിരിക്കാറില്ല എന്ന് പറയുന്നതാകും ശരി. കാരണം എന്താണ്, മനോരമ എന്ന് പറയുന്ന ആ ചാനലിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം, മനോരമ എന്ന് പറയുന്ന ചാനൽ UDFന്റെ ജനങ്ങൾ ജയിപ്പിക്കാത്ത സ്ഥാനാർത്ഥികളെ പോലും ജയിപ്പിക്കുമെന്ന് മാത്രമല്ല, ജനകീയരായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥികളെ വരെ അവർ എക്സിറ്റ് പോൾ ഫലത്തിൽ തോൽപ്പിക്കും എന്നുള്ളതാണ്. മനോരമ എന്താണോ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ പറയുന്നത് അതിന്റെ നേരെ ഉൾട്ടയാണ് പലപ്പോഴും യഥാർത്ഥ റിയൽ റിസൾട്ട് വരുമ്പോൾ സംഭവിക്കാറുള്ളത് എന്ന് ജനങ്ങൾക്ക് അറിയാം. മാത്രമല്ല, പലപ്പോഴും ഈ മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മനോരമ സത്യത്തിൽ UDFനെ പറ്റിക്കുന്നതാണോ തേക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ജയസാധ്യത ഇല്ലാത്തവരോട് നീ ജയിക്കും, നീ മന്ത്രിയാകുമെന്ന് മനോരമ പറയുകയാണ്. ഇപ്പൊ മനോരമയുടെ എക്സിറ്റ് പോൾ ഫലമൊക്കെ കണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും എന്തിന് സണ്ണി ജോസഫ് വരെ മുഖ്യമന്ത്രി കുപ്പായം ഇങ്ങനെ തയ്പ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് മനോരമ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്തൊരവസ്ഥയുടെ പറയാതെ വയ്യ. എന്തായാലും മനോരമയുടെ പതിവ് കോമഡി എക്സിറ്റ് പോൾ ഫലം നമുക്കൊന്ന് നോക്കാം. അവരിങ്ങനെയാണ് പറയുന്നത്. കേരളം 2026 വോട്ട് ശതമാനം, കേരളത്തിൽ UDF കാറ്റ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ UDFന്റെ പ്രവർത്തകർക്ക് നേതാക്കൾക്കൊക്കെ രോമാഞ്ചിഫിക്കേഷൻ തോന്നണം. സത്യത്തിൽ നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ഇവരുടെ മുൻകാലത്തുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, അതിലേക്കൊക്കെ വരാം. അപ്പൊ അവർ പറയാണ് UDFന് 43% വരെ സാധ്യത, LDFന് 38 ഉള്ളൂ, NDAക്ക് 14% ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. ആ ഒരു BJPയോടുള്ള NDAയോടുള്ള മനോരമയുടെ കരുതൽ കാണാതെ പോകരുത്. ഇപ്പൊ മനോരമ ന്യൂസ് സി വോട്ടർ പ്രൊജക്ഷൻ മെഗാ എക്സിറ്റ് പോൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, UDF റിട്ടേൺസ് എന്നങ്ങ് അടിച്ചു വിട്ടേക്കുകയാണ്. എന്നിട്ട് പറയാണ് UDF 82 മുതൽ 94 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരും. LDFന് 44 മുതൽ 56 സീറ്റ് വരെ കിട്ടും. NDAക്ക് 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ കിട്ടും. സംഘപരിവാരങ്ങൾക്കും സംഘികൾക്കൊക്കെ സന്തോഷമായില്ലേ മനോരമയുടെ ഈ കരുതൽ കണ്ടിട്ട് എന്ന് ചോദിക്കാതെ വയ്യ. ഇതേ മനോരമ കഴിഞ്ഞ തവണ 32 പേർ LDF സ്ഥാനാർത്ഥികൾ തോക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് ഈ 32 പേരും എന്ത് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് നമുക്ക് നോക്കണ്ടേ? ആ കണക്ക് കൂടി എന്റെ കയ്യിലുണ്ട്. മനോരമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷതയുടെ എന്താണ്ട് ഒക്കെ ആണെന്നാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്നാൽ ഇവരുടെ കഴിഞ്ഞ അവിടുത്തെ എക്സിറ്റ് പോൾ ഫലത്തിൽ ഇവർ തോപ്പിച്ച ആളുകളൊക്കെ എങ്ങനെ ജയിച്ചു എന്ന് നമുക്ക് നോക്കാം. 32 പേരുടെയും ഭൂരിപക്ഷം അടക്കം എന്റെ കയ്യിലുണ്ട്. MM മണിയാശാൻ തോക്കും എന്നതാണ് മനോരമ തട്ടിവിട്ടത്. 38,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. എത്രത്തോളം അദ്ദേഹം ജനകീയനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇനി PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ എന്തായാലും തോക്കുമെന്നാണ് പറഞ്ഞത്. ബേപ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് PA മുഹമ്മദ് റിയാസ് ജയിച്ചത്. 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇനി പെട്ടെന്ന് ഞാൻ ആ ഭൂരിപക്ഷവും ആളുകളുടെ പേരും പറഞ്ഞു പോകാട്ടോ. കടകംപള്ളി സുരേന്ദ്രൻ 23,497 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. KM സച്ചിൻ ദേവ് 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. V ജോയ് 17,821 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ 16,817 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. P രാജീവ് 15,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. സേവിയർ ചിറ്റിലപ്പള്ളി 15,168 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. KJ മാക്സി 14,079 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. CH കുഞ്ഞമ്പു 13,224 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അഹമ്മദ് ദേവർകോവിൽ 12,459 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. PTA റഹീം 10,276 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. OR കേളു 9,282 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കാനത്തിൽ ജമീല 8,472 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. A രാജ 7,848 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. P പ്രസാദ് 6,148 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. KV സുമേഷ് 6,141 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പ്രൊഫസർ R ബിന്ദു 5,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. തോമസ് K തോമസ് 5,516 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. G സ്റ്റീഫൻ 5,046 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ലിൻഡോ ജോസഫ് 4,643 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. EK വിജയൻ 3,385 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. MB രാജേഷ് 3,173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. PV ശ്രീനിജൻ 2,715 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. PV അൻവർ 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. KT ജലീൽ 2,564 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. വാഴൂർ സോമൻ 1835 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കടന്നപ്പള്ളി രാമചന്ദ്രൻ 1745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. സുജിത്ത് വിജയൻ പിള്ള 1096 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. വി അബ്ദുറഹ്മാൻ
985 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, പി ബാലചന്ദ്രൻ 946 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, KP കുഞ്ഞമ്മദ്കുട്ടി 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇതിൽ പ്രസാദ് ജയിച്ച ശേഷം മന്ത്രിയായി, MB രാജേഷ് മന്ത്രിയായി, അബ്ദുറഹ്മാൻ മന്ത്രിയായി, കേളു മന്ത്രിയായി, അതുപോലെ തന്നെ പ്രൊഫസർ ബിന്ദു മന്ത്രിയായി, അങ്ങനെ എത്ര ആളുകളൊക്കെ മന്ത്രിയായി അല്ലെ, കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയായി, അങ്ങനെ പലരും അതിനുശേഷം മന്ത്രിയാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെയുണ്ട് മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം? അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം വരാൻ നേരത്ത് ആവേശം പൂണ്ട് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ UDF ഇതാന്നൊക്കെ പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഇവരൊക്കെ പുറത്തു വിട്ടിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലം ഒന്നും കറക്റ്റായി വന്ന ചരിത്രമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ ഈ പുറത്തു വിടുമ്പോൾ സ്വാഭാവികമായും എന്താണ് ഈ ആവേശം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സംഭവിക്കാറുള്ളതെന്ന് ചോദിച്ചാൽ, റിസൾട്ട് പൊതുവെ പുറത്തു വന്നു കഴിയുമ്പോൾ എല്ലാവരും ഏറി കയറി ഇങ്ങനെ ആടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിന്റെ പേരിലാണ് UDF വോട്ട് ചെയ്യേണ്ടത്? UDFന്റെ പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള സീറ്റ് പോലും കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. UDFന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഭരണം അത്ര മികവുറ്റതായിരുന്നു? അല്ലല്ലോ. മികവുറ്റതായിരുന്നുവെങ്കിൽ ഒരു തുടർഭരണ സാധ്യത ഉണ്ടാകുമായിരുന്നല്ലോ. അതിവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. മാത്രവുമല്ല, 2016 ശേഷം ഇവിടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2021 വീണ്ടും തുടർഭരണത്തിൽ വന്ന ശേഷം ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും UDFന്റെ സ്ഥാനാർത്ഥികളെ കണ്ടം വഴി ഓടിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മാത്രവുമല്ല, ഇനി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണല്ലോ മനോരമയും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. എന്തിന്റെ പേരിലാണ് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാകേണ്ടത്? പെൻഷൻ കൊടുത്തതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ അടഞ്ഞു കിടന്ന സ്കൂളുകൾ തുറന്നതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ഇവിടെ പല ആശുപത്രികളും UDFന്റെ ഭരണകാലത്ത് നശിപ്പിച്ച് നാരായണക്കല്ല് എടുപ്പിച്ചിരുന്നല്ലോ. ആ ആശുപത്രികളൊക്കെ വലിയ രീതിയിൽ ആധുനിക ലെവലിൽ സജ്ജീകരിച്ചുകൊണ്ടാണോ? വ്യവസായം വലിയ രീതിയിൽ ഇവിടെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വ്യവസായികൾക്കൊപ്പം നിന്ന് വ്യവസായ സൗഹൃദമാക്കി ഈ നാടിനെ മാറ്റിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് തന്നെ ഈ സംസ്ഥാനത്തെ ഒന്നാമതാക്കി മാറ്റിയതിന്റെ പേരിലാണോ? അതിദാരിദ്ര്യമില്ലാത്ത ഒരു കേരളമാക്കി മാറ്റിയതിന്റെ പേരിലാണോ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത്? അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഈ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ പെരുന്നുണയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇങ്ങനെയൊന്നുമല്ല, അതായത് LDF അല്ല അധികാരത്തിൽ വരുന്നത് എന്ന് വിചാരിച്ചോ, അതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങും അബദ്ധം സംഭവിച്ചു എന്ന്. ഉറപ്പായിട്ടും പറഞ്ഞു തുടങ്ങും അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞു തുടങ്ങും. കാരണം എന്താണ്? പെൻഷൻ മുടങ്ങും, ലൈഫ് വഴി വീട് കിട്ടൽ നിൽക്കും, അതുപോലെ തന്നെ ഇവിടെ ഇരുണ്ട കാലം മൊത്തത്തിൽ വരും, പവർ കട്ട് വരും, KSRTC ഒക്കെ പഴയതുപോലെ അടച്ചുപൂട്ടുന്ന വക്കിലേക്ക് പോകും, നമ്മുടെ നാട് നശിച്ച് നാരായണക്കല്ല് എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഫ്ലെക്സ് അടിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ലാഭമായിരിക്കും കേട്ടോ. കാരണം UDFന്റെ ഭരണകാലത്ത് ഫ്ലെക്സ് അടി മാത്രം ഉള്ളൂല്ലോ. വികസനം വരുമെന്ന് പറഞ്ഞ് കോലുകൊണ്ടേ കുത്തും, വികസനം വരില്ല. അപ്പോ അങ്ങനെ നമ്മുടെ ഇവിടുന്ന് പോയ പല അഴിമതി അടക്കമുള്ള പല കലാരൂപങ്ങളും ഒക്കെ തിരികെ വരാനുള്ള സാധ്യതയാണ് അവർ ഭരണത്തിൽ വരികയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർക്ക് തെറ്റ് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. LDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. LDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾക്ക് തന്നെയാണെന്ന് വൈകിയാണെങ്കിലും ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.